അസ്സലാമു അലൈക്കും. പുതിയ കുടുംബസമിതിയുടെ 7ാമത്തെ സംഗമത്തിനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതായത് 18 വർഷം മുമ്പ് നമ്മൾ തുടങ്ങി വെച്ച ഒരു സംഗമം 18 വർഷത്തിന് ശേഷവും 2025-ലും ഇത് ഇത്രയും ശക്തമായി തുടർന്നു കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഒത്തൊരുമയും കുടുംബത്തിൻ്റെ കെട്ടുറപ്പുമാണ് ഇതിന് സാക്ഷ്യം വഹിക്കുന്നത്. സാധാരണതയിൽ ഒരു പരിപാടി, ഒരു കുടുംബസംഗമം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്താണ് നടത്താറുള്ളത്. ഇത് പുതിയ തലമുറയുടെ താല്പര്യവും പുതിയ തലമുറയുടെ വിശ്വാസവും പ്രകാരം ഉച്ചയ്ക്ക് ശേഷം നടത്താമെന്നുള്ള അവരുടെ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ഞങ്ങളും അവരുടെ കൂടെ നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു കുടുംബസംഗമം എന്നുള്ളത് വളരെയധികം പാലിച്ച ഉത്തരവാദിത്വത്തോടു കൂടി വളരെയധികം കണിശമായ രീതിയിൽ നമ്മൾ ഒത്തുകൂടിയാൽ മാത്രമേ ആ കുടുംബസംഗമം ഒരു വിജയമാക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ശരി, ഒരു കുടുംബസംഗമം എന്ന് പറയുന്നത് ഒരു വാപ്പയുടെയും ഒരു ഉമ്മയുടെയും അല്ലെങ്കിൽ ഒരു വല്യപ്പയുടെയും ഒരു വല്യമ്മയുടെയും അവരുടെ മക്കളും മരുമക്കളും അടങ്ങുന്ന തലമുറ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് കുടുംബ ബന്ധങ്ങൾ എന്നെ സംബന്ധിച്ചോളം തന്നെ ഒരുപാട് കുടുംബ ബന്ധങ്ങൾ നമുക്ക് ഈ പുതിയ കുടുംബസമിതിയുടെ വേദിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ പല സ്ഥലങ്ങളിലും കല്യാണത്തിനൊക്കെ പോയാൽ കണ്ട് ചിരിച്ചു പോന്നിരുന്ന പല ആളുകളും നമ്മുടെ രക്തബന്ധമാണ്, നമ്മളുടെ വല്യപ്പാൻ്റെയും വല്യമാൻ്റെയും രക്തത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് തിരിച്ചറിഞ്ഞത് തന്നെ ഈ പുതിയ കുടുംബസമിതി അല്ലെങ്കിൽ പുതിയ കുടുംബസമിതി തുടങ്ങിയതിന് ശേഷമാണ്. നിങ്ങൾക്കറിയാം, ഈ നിൽക്കുന്ന പല ആളുകളുടെയും മുഖം ഇപ്പോഴും നമുക്ക് പരിചയപ്പെടാനുണ്ടായ കാരണം നമ്മുടെ പുതിയ കുടുംബസമിതി വളരെയധികം വിജയകരമായി മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. യുവതലമുറയാണ് ഇപ്പോൾ ഈ കുടുംബസമിതി കൊണ്ടു നടക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ള പ്രായമുള്ള ആളുകൾ ഇതിൽ നിന്ന് മാറിക്കൊടുത്ത് അവരാണ് ഇപ്പോൾ ഈ സമിതി മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇതിൻ്റെ ഐഡിയകളും ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് തരും. ഈ സംഗമം വിജയമാക്കി കൊടുക്കേണ്ടത് നമ്മളുടെയൊക്കെ ആവശ്യമാണ്. ഏതായാലും വളരെയധികം സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത്. ശരിക്കും 1.5 മണിക്ക് നമ്മൾ ആരംഭിക്കേണ്ടതായിരുന്നു. 1.5 മണിക്കല്ലേ 2.5 മണിക്കെങ്കിലും നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളുടെ ഒരു സന്തോഷകരമായ കാര്യമാണ്. ഈ കുടുംബസമിതിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യമായി ഞാൻ സ്വാഗതം പറയുകയാണ്. ഇതിൻ്റെ തലമൂത്ത കാരണന്മാരുണ്ട്, തലമൂത്ത അമ്മായികളും വല്യമാരുമുണ്ട്. അവർക്കൊക്കെ ഈ സമയത്ത് ഞാൻ ഈ സ്വാഗതസംഘം കൺവീനർ എന്നുള്ളവർക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതിനൊക്കെ പുറമെ ഇതിൽ സജീവമായി പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വളണ്ടിയർമാരുണ്ട്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഏറ്റെടുത്തിരിക്കുന്ന കൺവീനർമാരുണ്ട്, ഭക്ഷണത്തിന് കൺവീനറുണ്ട്, വളണ്ടിയർമാർ കൺവീനറുണ്ട്, എല്ലാത്തിനും കൺവീനർമാരുണ്ട്. പക്ഷേ കൺവീനർമാരെ മാത്രം ആശ്രയിച്ച് നമ്മളൊരു കാര്യം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വിജയിക്കില്ല. നമ്മളും കൂടെ സപ്പോർട്ടോട് കൂടിയിട്ട് വേണം അവരൊക്കെ ഈ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. 2.5 മണിക്കെങ്കിലും തുടങ്ങിയത് കൊണ്ട് നമുക്കൊരു 2.5 മണിക്കൂർ മാത്രമേ ഇനി കലാപരിപാടികൾക്ക് സമയമുള്ളൂ. ഇതിൻ്റെ ജനറൽ ബോഡി സെഷൻ സ്വാഗതം പറയുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയായ താസിഫും അതിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് ഇപ്പോഴത്തെ പ്രസിഡൻ്റായ അൻവറുമാണ്. അതോടൊപ്പം അതിന് നന്ദി പറയുന്നത് ട്രഷററായ കുഞ്ഞിക്കോയുമാണ്. അവർ 3 ആളെയും ഞാൻ ആദ്യമായി ഈ സ്വാഗതം കൺവീനർ എന്നുള്ളത് സ്വാഗതം പറയുകയാണ്. ഇതിന് ഈ ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വാളക്കുളത്തെ കുഞ്ഞാലിക്കുട്ടിയാക്ക എന്ന കുഞ്ഞാവക്കാക്കയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അബ്ദുൽ മജീദ് നഹ എന്ന കുഞ്ഞുബാക്കയാണ്, എൻ്റെ അളാപ്പയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഒരുപാട് ആശംസാപ്രസംഗങ്ങൾ വരാനുണ്ട്. നമുക്ക് 12ഓളം കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് ആശംസാപ്രസംഗം ചെയ്യേണ്ട സമയമുണ്ട്. അതിനൊക്കെ സമയം നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ സ്വാഗതസംഘം കൺവീനറും പ്രസിഡന്റ് എന്നുള്ള നിലക്ക്, ചെയർമാൻ എന്നുള്ള നിലക്ക് നിങ്ങളുടെ സമയം ഞങ്ങൾ കവർന്നെടുക്കുന്നില്ല. ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ ഹാജരായിട്ടുള്ള
എല്ലാ ആളുകൾക്കും, എല്ലാ സഹോദരീ സഹോദരന്മാർക്കും, എല്ലാ കാരണവത്തികൾക്കും ഞാൻ ഈ സമയം സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഈ ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ സിദ്ദീഖിനും ഞാൻ സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഹാജരായിട്ടുള്ള മറ്റു കലാപരിപാടികൾ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികൾക്കും ഞാൻ സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചെയർമാനാണ്, സ്വാസംഘ ചെയർമാനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാസംഘ പുറ കമ്മിറ്റി ചെയർമാൻ അബൂബക്കർ നഹ എന്ന ബാബുവിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. വേദിയിലുള്ള എൻ്റെ കാരണവന്മാരെ, അതുപോലെ എൻ്റെ ഉമ്മ, പ്രായം കൂടിയ എൻ്റെ ഇത്താത്തമാർ, എൻ്റെ ജ്യേഷ്ഠന്മാർ, എൻ്റെ അനുജന്മാർ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഈ സായാഹ്നം നമ്മൾ 6 പ്രാവശ്യം ഒത്തൊരുമിച്ച് കൂടിയ അത്തരത്തിലുള്ളൊരു വേദിയാണ് ഇന്ന് നമ്മൾ 7ാമത്തെ സംഗമത്തോടു കൂടി ഇന്ന് ഇവിടെ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. വളരെ ദൂരത്ത് നിന്നും വളരെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തി നമ്മുടെ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ തക്ക സമയത്ത് എത്തി അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ കുടുംബ ബന്ധത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നേരത്തെ എൻ്റെ ജ്യേഷ്ഠൻ കുഞ്ഞാപ്പുട്ടി പറഞ്ഞു. ഇനി മണിക്കൂറുകൾക്ക് ശേഷം ഒരു ഔപചാരിക ഉദ്ഘാടനം വേറെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നമ്മുടെ കാരണന്മാർ കുടുംബ ബന്ധത്തെപ്പറ്റി കൂടുതൽ വിശദീകരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ വൈകിയ വേളയിൽ നമ്മൾ ആദ്യത്തെ സെഷൻ എന്നത് കലാപരിപാടി തുടങ്ങുക എന്നതുള്ളതാണ്. അപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് 2 വാക്ക് സംസാരിച്ചുകൊണ്ട് നമുക്ക് കലാപരിപാടിയിലേക്ക് കടക്കാം. 6 സംഗമങ്ങൾ കഴിഞ്ഞിട്ടും 100ഓളം പേർ നമ്മുടെ കുടുംബ ഈ ഗ്രൂപ്പിൽ കലാകാരന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാവും. എന്നാൽ ഉണ്ട്. നിങ്ങൾ ഈ കൊച്ചു കലാകാരന്മാരുടെയും വലിയ കലാകാരന്മാരുടെയും ഇന്നത്തെ അവരുടെ പ്രകടനങ്ങൾ കണ്ട് അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് തോന്നുക ഈ തരത്തിൽ പോയാൽ അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു ഓഡിയേഷൻ തന്നെ വേണ്ടി വരും. കാരണം വെച്ചാൽ അടുത്ത പ്രാവശ്യം ഒരു 150 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ 150 ആൾക്കാരെ പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു രാവ് ഒരു പകലും തന്നെ വേണ്ടി വരും. മാഷാ അല്ലാഹ്, അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. അവതരിപ്പിക്കുന്ന ഓരോ പരിപാടിക്കും നിങ്ങളാൽ കഴിയുന്നതായിട്ടുള്ള സപ്പോർട്ട് നൽകിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഈ വൈകിയ വഴിയിൽ കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. ഞാൻ ഔപചാരികമായി ഈ കലാപരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. താങ്ക് യു ബാബുക്ക. അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയ കുടുംബസമിതിയുടെ വരവ് ചിലവ് കണക്ക് ചെറിയ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മളെ 2022-2025 കാലയളവിലുള്ള മൊത്തം വരവ് 2,40,000
24,930 രൂപയാണ്. അതിൽ ഈ 3 വർഷം കൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് നമുക്ക് ചിലവായത് 38,879 റുപ്യയാണ്. 3 വർഷം കൊണ്ട് ചിലവായത്, പല പരിപാടികൾക്കും നമ്മൾ ക്ലാസ്സിലൊക്കെ ആയിട്ട് ചിലവായത്. ഇതിൽ നമ്മളെ കയ്യിലിപ്പോൾ ബാലൻസ് ഉള്ളത് 1,86,051 രൂപയാണ് നമ്മളെ കയ്യിലിപ്പോൾ ബാലൻസ് ആയിട്ടുള്ളത്. വരിസംഖ്യയായിട്ട് കിട്ടാനുള്ളത് 56,050 രൂപ കിട്ടാനുണ്ട്. ആ കിട്ടാനുള്ളതിൽ ഒരു 8,000 രൂപ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഒരു 46,000 രൂപ ഇനിയും നമുക്ക് കമ്മിറ്റിക്ക് കിട്ടാനുണ്ട്. അപ്പോൾ വരവ് ചിലവ് കണക്ക് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി നന്ദി പറയാനുള്ളത്, ആദ്യമായി നമ്മുടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ നമ്മുടെ പുതിയ കുടുംബസമിതി പ്രസിഡന്റ് അൻവർ നഹ, ഉദ്ഘാടനം ചെയ്ത കുഞ്ഞാലിക്കുട്ടി എന്ന കുഞ്ഞാവക്കാക്ക, മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ നഹ കുടുംബസമിതി പ്രസിഡന്റ് അബ്ദുൽ മജീദ് നഹ എന്ന കുഞ്ഞിപ്പു കാക്ക, നമ്മുടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ താഷിബ് നഹ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ആദരിച്ച പ്രൊഫഷണൽ കോഴ്സിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കും ആദരിക്കപ്പെട്ട മറ്റെല്ലാ കാരണന്മാർക്കും വനിതാ വിംഗ് പ്രവർത്തകർക്കും പ്രവർത്തക സമിതി അംഗങ്ങൾക്കും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കുടുംബസമിതി അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ സംഗമത്തിനായി അശ്വതി ഗാർഡൻ വിട്ടുതന്ന ശശിധരൻ ഡോക്ടർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളിനി കലാപരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇതുവരെയുള്ള വരവ് ചിലവ് കണക്കുകൾ പുതിയ കുടുംബസമിതി കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നതാണ്. കൂടാതെ ഒരു നന്ദി കൂടി രേഖപ്പെടുത്താനുണ്ട്. നമ്മുടെ ചാരിറ്റി സംഘടനയായ ആശ്രയക്ക് ഒരുപാട് നമ്മുടെ കുടുംബസമിതി അംഗങ്ങൾ നല്ല രീതിയിൽ സഹായം ചെയ്തതുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ മാത്രമാണ് അതിനുള്ള സഹായങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അതുപോലെയുള്ള സഹായ സഹകരണങ്ങൾ തന്ന് നമ്മുടെ ആശ്രയ നിലനിർത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്.